തന്നെ ഞാൻ ഫിഫ്ത്ത് ഇട്ട് കാലും കൊടുത്തങ്ങ് പോവുകയാണെങ്കിൽ മൈലേജ് കിട്ടുമോ? ഒരു കാരണവശാലും നിങ്ങളുടെ വാഹനത്തിന് മൈലേജ് കിട്ടത്തില്ല. കാരണം ഫിഫ്ത്ത് ഗിയർ ഒരു മൈലേജ് ഗിയർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഹനം നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏറ്റവും അധികം, അതായത് മാനുവൽ വാഹനം യൂസ് ചെയ്യുന്ന പലരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, എത്രയും പെട്ടെന്ന് നമ്മുടെ വാഹനത്തിൻ്റെ ഗിയർ ഫിഫ്ത്ത് ഗിയറിലോട്ട് കയറ്റുക എന്നുള്ളതാണ്. അതായത് ഫിഫ്ത്ത് ഗിയറിലോട്ട് എൻഗേജ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഫിഫ്ത്ത് ഗിയറിൽ എന്താണ് സംഭവിക്കുന്നത്? അതായത് നമ്മുടെ ബാക്കിയുള്ള ഗിയറിനെ അപേക്ഷിച്ച് ഫിഫ്ത്ത് ഗിയറിൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? വേണമെങ്കിൽ നമുക്കങ്ങനെ ചിന്തിക്കാം. കാരണം നിങ്ങൾക്ക് തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കാം. കാരണം ഫിഫ്ത്ത് ഗിയറിൽ എന്തെങ്കിലും മാജിക് ഇരിപ്പുണ്ടോ? കാരണം എല്ലാവരും പെട്ടെന്ന് വാഹനത്തിൻ്റെ ഗിയർ ഫിഫ്ത്ത് ഗിയറിലോട്ട് കൊണ്ടുവരുന്നുണ്ട്. ഫിഫ്ത്ത് ഗിയർ ശരിക്കും ഒരു മാജിക്കൽ ഗിയർ ഒന്നുമല്ല. പക്ഷേ നമുക്കൊരു മൈലേജ് കിട്ടാൻ അല്ലെങ്കിൽ ഒരു ഫ്യൂവൽ എഫിഷ്യൻസി കിട്ടാൻ വേണ്ടി ഏറ്റവും നല്ലൊരു ഗിയറാണ് ഫിഫ്ത്ത് ഗിയർ. സ്പീഡ് കൂടുതൽ കിട്ടാൻ വേണ്ടി, കൂടുതൽ കിട്ടുക ഇൻ ദ സെൻസ് നമുക്കൊരു ടോർക്കിൻ്റെ സമയത്തല്ല ഞാൻ ഉദ്ദേശിച്ച്, സ്പീഡ് കിട്ടാൻ വേണ്ടി. അതായത് വാഹനം സഡനായിട്ട് ഒരു സ്ലോയിൽ പോകുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് കയറി പോകണമെങ്കിൽ ഫിഫ്ത്തിൽ ഇട്ടാൽ പറ്റത്തില്ല. നേരെ നമ്മൾ തേർഡിലോട്ടോ അല്ലെങ്കിൽ സെക്കൻഡിലോട്ടോ ഇട്ട് ടോർക്ക് കയറ്റിക്കൊണ്ട് വന്നതിന് ശേഷം സ്പീഡായി കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന പോലെ ഫിഫ്ത്ത് ഗിയറിലോട്ട് ഇടാം. ഓക്കെ, അപ്പോൾ ഫിഫ്ത്ത് ഗിയർ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ഓടിച്ചു കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ നമ്മളുടെ ട്രാഫിക് ഉള്ള, ഇപ്പം ഏകദേശം നിങ്ങൾക്ക് ഫ്രണ്ടിൽ കാണുമ്പോൾ മനസ്സിലാവും ഏകദേശം ഈ ഒരു രീതിക്ക് ട്രാഫിക് ഉണ്ട്. ഇപ്പം ഞാനൊരു സെക്കൻഡ് ഗിയറിലാണ് പോകുന്നത്. തേർഡ് ഗിയർ ഇട്ടു, കുഴപ്പമില്ല, എഞ്ചിൻ ജെർക്കിങ്ങോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഏകദേശം ഒരു 30-40 കിലോമീറ്റേഴ്സ് ആകുന്നു, 30 കിലോമീറ്റേഴ്സ് ആകുന്നു. ഇനി ഞാനിപ്പം ഫിഫ്ത്തിൽ ഇട്ട് കഴിഞ്ഞാൽ, അത് ഞാൻ ഇപ്പം നിങ്ങൾക്ക് കാണാം, ഞാനിപ്പോൾ എൻ്റെ ഫിഫ്ത്തിലോട്ട് ഇട്ടു. ഇങ്ങനെ ഇട്ടിട്ട് ഞാൻ കവല കൊടുത്ത ജെർക്കിങ് ഉണ്ട്. പക്ഷേ ഇങ്ങനെ പോയത് കൊണ്ട് മൈലേജ് കൂടുതൽ കിട്ടുമോ? ഇതൊരു സംശയമാണ്. അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുക, ഇങ്ങനെ ഞാൻ വാഹനം ഓടിച്ചാൽ, അതായത് ഇത്തിരി ജെർക്കിങ് ഉണ്ട്, ഏകദേശം 40 ഒക്കെ ആയപ്പോഴത്തേക്കും തന്നെ ഞാൻ ഫിഫ്ത്ത് ഇട്ട് കാലും കൊടുത്തങ്ങ് പോവുകയാണെങ്കിൽ മൈലേജ് കിട്ടുമോ? ഒരു കാരണവശാലും നിങ്ങളുടെ വാഹനത്തിന് മൈലേജ് കിട്ടത്തില്ല. കാരണം ഫിഫ്ത്ത് ഗിയർ ഒരു മൈലേജ് ഗിയർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈലേജ് ഗിയറാണ്. സ്പീഡ് ഗിയർ ആണോ എന്ന് ചോദിച്ചാൽ സ്പീഡ് ഗിയറാണ്. എല്ലാം കൂടെ കൂടി ചേർന്നൊരു ഗിയറാണ് ഫിഫ്ത്ത് ഗിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഫിഫ്ത്ത് ഗിയർ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു 45 കിലോമീറ്ററിൻ്റെ മേലോട്ട് സ്പീഡ് ആയിക്കഴിഞ്ഞാൽ, റോഡ് നല്ല റോഡാണെങ്കിൽ, അതായത് ഒരു കയറ്റമോ ഇറക്കമോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ഫിഫ്ത്ത് ഗിയർ ഇടണമെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. നോർമൽ റോഡ്സിൽ നമ്മൾ ഏകദേശം ഒരു 45+ കിലോമീറ്റർ സ്പീഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഫിഫ്ത്ത് ഗിയർ ഇടാൻ സാധിക്കും. അപ്പോൾ ഫിഫ്ത്ത് ഗിയർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു മൈലേജ് ഗിയർ ആണോ എന്ന് ചോദിച്ചാൽ മൈലേജ് ഗിയർ തന്നെയാണ്. പക്ഷേ അത് മൈലേജ് നോക്കി ഓടിക്കുന്ന ആൾക്കാർക്ക്, എന്നാൽ അതല്ല സ്പീഡ് വേണോ എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഫിഫ്ത്ത് ഗിയർ അവർക്കൊരു സ്പീഡ് ഗിയർ മാത്രമാണ്, ഒരു കാരണവശാലും അതൊരു മൈലേജ് ഗിയർ ആകത്തില്ല. അപ്പോൾ രണ്ട് രീതിക്ക് നമുക്ക് ഫിഫ്ത്ത് ഗിയർ യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഫിഫ്ത്ത് ഗിയറിൻ്റെ അഡ്വാൻറ്റേജസ് നിങ്ങൾക്ക് മനസ്സിലായി. പിന്നെ നമ്മൾ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എത്രയും പെട്ടെന്ന് ഫിഫ്ത്തിലോട്ട് കൊണ്ടുവരാനല്ല നോക്കുന്നത്, ഏറ്റവും കുറച്ച് ആക്സിലറേഷൻ കൊടുക്കാൻ പറ്റുന്ന എപ്പോഴാണോ അങ്ങനെ ഓടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ വാഹനത്തിൻ്റെ മൈലേജ് കിട്ടുന്നതായിരിക്കും. അതായത് ഏറ്റവും കുറച്ചുള്ള ആക്സിലറേറ്റർ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് വളരെ സ്പീഡ് കുറച്ച് പോകാനും അല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതായത് ഇപ്പോൾ നിങ്ങൾ വാഹനം ഓടിക്കുകയാണ് ഏകദേശം ഒരു 30 കിലോമീറ്റർ സ്പീഡിലൊക്കെ ഒരു തേർഡ് ഗിയറിലാണ്, 30 കഴിയുമ്പോഴത്തേക്കും നേരെ ഫോർത്തിലോട്ട് ഇട്ടോണം. അപ്പോൾ ഗ്രാജുവലി ആ ഗിയർ മാറിപ്പോക്കണം. അല്ലാതെ വെറുതെ ഫസ്റ്റ് ഗിയറിലിട്ട് ഒരുപാട് ആക്സിലറേറ്റർ കൊടുത്ത് ഒരു 30 കിലോമീറ്റർ സ്പീഡിലാക്കി നേരെ തേർഡ്, അതായത് സെക്കൻഡ് സ്കിപ്പ് ചെയ്ത് തേർഡിൽ നിന്ന് നേരെ സ്കിപ്പ് ചെയ്ത് ഫിഫ്ത്ത്, അങ്ങനെ ഒരു കാരണവശാലും ചെയ്യരുത്. ഓരോ ഗിയറിലും ഗ്രാജുവലായിട്ട് ഷിഫ്റ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും മൈലേജ് കിട്ടുന്നതായിരിക്കും. ഫിഫ്ത്ത് ഗിയറിലോട്ട് എത്രയും പെട്ടെന്ന് കൊണ്ടുവന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല, വളരെ പതുക്കെ കൊണ്ടുവന്നാലും പ്രശ്നമൊന്നുമില്ല. ആക്സിലറേറ്റർ കൂടുതൽ കൊടുക്കുന്നതിനനുസരിച്ചാണ് നമ്മുടെ വാഹനത്തിൻ്റെ ഫ്യൂൽ എഫിഷ്യൻസി ഡിസൈഡ് ചെയ്യുന്നത്.